റീഡിംഗ് ലിറ്ററേച്ചർ 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കുറച്ച് അല്ലാതുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പിന്നെന്താ പറയുക കോൺസെപ്റ്റ് ആൻഡ് ക്വസ്റ്റ്യൻസും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ JB പ്രീസ്ലിയുടെ മദേഴ്സ് ഡേ എന്നുള്ള പ്ലേക്കകത്തുനിന്നും അതുപോലെ തന്നെ നമ്മുടെ കമലാദാസിൻ്റെ ഷേർലി ആൻഡ് ദ ബ്രിട്ടീഷ് കിസസ് എന്നുള്ള ആ ഒരു സ്പീച്ചിനകത്തുനിന്നും ഒക്കെ കോട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് ഏത് ക്യാരക്ടർ പറഞ്ഞ ഡയലോഗാണെന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് മദേഴ്സ് ഡേയിൽ നിന്നും. അതുപോലെ തന്നെ നമ്മുടെ കമലാദാസിൻ്റെ സ്പീച്ചിൽ നിന്ന് ഒരു സെൻറ്റൻസ് എടുത്ത് വെച്ചിട്ട് ഇതാര് പറഞ്ഞതാണെന്നും ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയും ചോദിക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്ണിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലിസ്ണിങ്ങിൻ്റെ ഡെഫിനിഷൻ പോലെയാണ് ചോദിച്ചിരിക്കുന്നത്. ലിസ്ണിംഗ് എന്ന് വെച്ചാൽ എന്താണ്? സ്പോക്കൺ ലാംഗ്വേജിനെ നമ്മൾ റിസീവ് ചെയ്യുന്നു, ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്പീക്കറിന് അല്ലെങ്കിൽ സ്പീക്കർ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അറ്റൻഷൻ പേ ചെയ്യുന്നതും മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും അപ്രോപ്രിയേറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതുമാണ് ലിസ്ണിംഗ്. സോ ലിസ്ണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിയിലും ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫൈൻ ലിസ്ണിംഗ് എന്നും ചോദിക്കാം. പിന്നെ ബാരിയേഴ്സ് ടു ലിസ്ണിംഗ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബാരിയേഴ്സ് ടു ലിസ്ണിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്, സെമാൻറ്റിക് ബാരിയേഴ്സ് ഉണ്ട്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് ഉണ്ട്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് വെച്ചാൽ നോയ്സ്, ഡിസ്ട്രാക്ഷൻസ്, ഡിസ്കംഫേർട്ട്, നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഫിസിക്കൽ ബാരിയേഴ്സ് അതൊക്കെയാണ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലുള്ള ഡിസ്റ്റർബൻസസ് അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റേറ്റുകൾ. നമ്മൾ വിഷമിച്ചിരിക്കുക, നമുക്ക് നമ്മുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ആളെക്കുറിച്ച് നമുക്കൊരു തെറ്റിദ്ധാരണ മനസ്സിൽ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുക, അതൊക്കെയാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സിനകത്ത് വരുന്നത്. സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് വെച്ചാൽ ലാംഗ്വേജിൽ അല്ലെങ്കിൽ അയാൾ പറയുന്ന ഭാഷ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അയാൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല, അതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സോ ലാംഗ്വേജിലും ഡയലക്റ്റിലും ജാർഗണിലും ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ബാരിയറാണ്, തടസ്സമാണ് സെമാൻറ്റിക് ബാരിയർ. പിന്നെ ഫിസിയോളജിക്കൽ ബാരിയർ. ഫിസിയോളജിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്സ്, നമുക്ക് കേൾക്കാൻ എന്തെങ്കിലും, കേൾവിശക്തിക്ക് എന്തെങ്കിലും കുഴപ്പം, അല്ലെങ്കിൽ നമുക്ക് ബോഡി വീക്ക് ആവുക, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ്, ഇതൊക്കെ എന്താണ്? ഫിസിയോളജിക്കൽ ബാരിയേഴ്സാണ്. അപ്പം ബാരിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തടസ്സങ്ങൾ. നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്തേക്കാവുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള 4 ഫിസിക്കൽ, സൈക്കോളജിക്കൽ, സെമാൻറ്റിക്, ഫിസിയോളജിക്കൽ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഡിങ് ചോദിച്ചിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിമ്മിങ് എന്താണ്? സ്കാനിങ് എന്താണ്? എക്സ്റ്റൻസീവ് റീഡിംഗ് എന്താണ്? ഇൻറ്റൻസീവ് റീഡിംഗ് എന്താണ്? സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്വിക്കായിട്ട് നമ്മൾ ടെക്സ്റ്റിനെ വായിച്ചു വിടുന്നു, ഒരു ജനറൽ ഐഡിയ കിട്ടാൻ. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് നമ്മൾ പെട്ടെന്ന് വായിച്ചു വിടുന്നത്. സ്കാനിങ് എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ഇൻഫർമേഷന് വേണ്ടി മാത്രം നമ്മൾ ഒരു ടെക്സ്റ്റ് വായിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു വേർഡ് മീനിങ് ഡിക്ഷണറിയിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത്. എക്സ്റ്റൻസീവ് റീഡിംഗ് എന്ന് വെച്ചാൽ നമ്മൾ നോവൽസ്, പോംസ്, ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എക്സ്ട്രാ വായിക്കുന്നു, അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ നമ്മൾ നമ്മുടെ റീഡിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനോ പ്ലഷറിന് വേണ്ടിയോ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയോ വായിക്കുന്നു. അതാണ് എക്സ്റ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻറ്റൻസീവായി വാക്കിനകത്തുകൊണ്ട് ഒരു ടെക്സ്റ്റിനെ നമ്മൾ കെയർഫുൾ ആയിട്ട് വായിക്കുവാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടി. അതാണ് ഇൻറ്റൻസീവ് റീഡിംഗ്. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, ക്രിട്ടിക്കൽ റീഡിംഗ് എന്ന് പറയുന്നുണ്ട്. ക്രിട്ടിക്കൽ റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റിനെ നമ്മൾ അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്താണെന്നും അതിനകത്തുള്ള അസംഷൻസ് എന്താണെന്നും ഒക്കെ ഇവാലുവേറ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി റീഡിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ചോദിച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം എന്ന് വെച്ചാൽ റീഡ് റെഗുലർലി വരുന്നുണ്ട്. അതായത് റീഡിങ്ങിന് ഒരു ഡെയിലി ഹാബിറ്റാക്കി മാറ്റുക. പിന്നെ റീഡിംഗ് മെറ്റീരിയൽ നമ്മൾ വെറൈറ്റി ചൂസ് ചെയ്യുക, വെറൈറ്റി ഓഫ് ജോണേഴ്സ് നമ്മൾ വായിക്കുക. ആൻഡ് ഓൾസോ ഡിഫറെൻറ്റ് സ്റ്റൈൽസും വൊക്കാബുലറി അപ്പോൾ നമ്മൾ വി വിൽ കം അക്രോസ്. ഇനി ഡിക്ഷണറി നോക്കുക, അതായത് അൺഫെമിലിയർ വേർഡ്സ് ആണെങ്കിൽ ഡിക്ഷണറി യൂസ് ചെയ്യുക. ആക്റ്റീവ് റീഡിംഗ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബുക്ക് ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ബുക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമല്ലോ, അങ്ങനെ. പിന്നെ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മദേഴ്സ് ഡേ എന്നുള്ള പ്ലേക്കകത്ത് ഹ്യൂമറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മദേഴ്സ് ഡേ നിങ്ങൾക്കറിയാം, മെയിൻ 2 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മിസ്സസ് ഫിറ്റ്സെറാൾഡും മിസ്സസ് ആനി പിയേഴ്സണുമാണ്, അതായത് മിസ്സസ് പിയേഴ്സണും. അപ്പോൾ ആനി പിയേഴ്സൺ എന്ന് പറഞ്ഞാൽ വളരെ വീക്കായിട്ടുള്ളൊരു സ്ത്രീയാണ്. പക്ഷേ മിസ്സസ് ഫിറ്റ്സെറാൾഡ് എന്ന് പറയുന്നത് വളരെ ബോൾഡ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. മിസ്സസ് ഫിറ്റ്സെറാൾഡിന് മാജിക് അറിയാം. അപ്പം മറ്റേ മിസ്സസ് ആനി പിയേഴ്സൺ അല്ലെങ്കിൽ മിസ്സസ് പിയേഴ്സൺ എന്ന് പറയുന്നവർ വളരെ വീക്കാണ്. സോ അവരുടെ ഹസ്ബൻഡും മക്കളും യാതൊരുവിധ വിലയും കൊടുക്കുന്നില്ല. ഷീ ഈസ് ട്രീറ്റഡ് ആസ് എൻ അൺപെയ്ഡ് സെർവൻറ്റ് ഇൻ ഹർ ഓൺ ഹോം. അപ്പോൾ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണാലിറ്റീസ് സ്വാപ്പ് ചെയ്യുവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാണ്. മിസ്സസ് ഫിറ്റ്സെറാൾഡിന് മാജിക് അറിയാവുന്നതുകൊണ്ടാണ് ഇവർ പേഴ്സണാലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത്. എന്നിട്ട് മിസ്സസ് ഫിറ്റ്സെറാൾഡ് ആനി പിയേഴ്സൻ്റെ ദേഹത്ത് കയറുന്നു, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി കിട്ടുന്നു. അന്നേരം പിന്നെ മിസ്സസ് പിയേഴ്സൻ്റെ ദേഹത്ത് മിസ്സസ് ഫിറ്റ്സെറാൾഡിൻ്റെ പേഴ്സണാലിറ്റി കയറുന്നു. ആനിയുടെ പിന്നെ യഥാർത്ഥത്തിലുള്ള ആനി എന്നിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണാലിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? സ്വാപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ
ആനിയുടെ പേഴ്സണാലിറ്റിയാണ് മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡിൻ്റെ ദേഹത്ത് കയറുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്തു. എന്നിട്ട് മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് ആണല്ലോ ഇപ്പോൾ ആനിയുടെ ദേഹത്തുള്ളത്. അപ്പോൾ ഇതൊന്നും മക്കളും ഹസ്ബൻഡും അറിയുന്നില്ല. അവരെ 3 പേരെയും കൂടെ ഇവരെന്താണ് ഒരു പാഠം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മദേഴ്സ് ഡേക്കകത്ത് അപ്പോൾ ഈ ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് ഇവർ തമ്മിലുള്ള പേഴ്സണാലിറ്റി സ്വാപ്പിംഗ് അറിയാതെ വരുന്ന, അറിഞ്ഞുകൂടാതെ വന്ന് കയറിയിട്ട് ഈ മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് ഇവരെ 3 പേരെയും കൂടെ മര്യാദ പഠിപ്പിക്കുന്നതിലാണ് ഹ്യൂമർ വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡോറസ് കയറി വരുന്നു. ഡോറസ് എന്ന് വെച്ചാൽ മകളാണ്, 20 വയസ്സുള്ള ഡോറസ് കയറി വരുമ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്? ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു, സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനകത്തൊരു ഹ്യൂമർ വരുന്നുണ്ട്. അതുവരെ അമ്മ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ ഷോക്ക് ആവുന്നുണ്ട്, മക്കൾ രണ്ടും. പിന്നെ അതുപോലെ തന്നെ ഡോറസ് വന്നിട്ട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ചായ റെഡിയായോ, എൻ്റെ യെല്ലോ ഡ്രസ്സ് അയൺ ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇവർ പറയുന്നു ഞാൻ ചെയ്തില്ല, എനിക്ക് മനസ്സിൽ ചെയ്യാനെന്ന് പറയുന്നു. അപ്പോൾ ഈ കുട്ടി കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. പിന്നെ സിറിൽ വരുന്നു. സിറിൽ വന്നിട്ട് ചായ എന്തെന്ന് ചോദിക്കുമ്പോൾ ഇവർ ഇവർ ഇട്ടിട്ടില്ല എന്ന് പറയുന്നു. അവനും ഷോക്കായി പോകുന്നു. എന്നിട്ട് ഡോറസിൻ്റെ ബോയ് ഫ്രണ്ട്, അതായത് ചാർലി സ്പെൻസിനെ വെച്ച് കളിയാക്കുന്നുണ്ട്. അവനൊരു ഇഡിയറ്റ് ആണെന്നും ബക്ടീത്താണ് അവനുള്ളതെന്നും ഹീസ് വെരി അഗ്ലി എന്നും അല്ലെങ്കിൽ സ്റ്റുപ്പിഡ് എന്നും പറയുന്നുണ്ട്. ഹസ്ബൻഡ് കയറി വരുമ്പോൾ ഹസ്ബൻഡിനെ കളിയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങളെ ക്ലബ്ബിലുള്ള ആർക്കും ഇഷ്ടമല്ല, നിങ്ങളെ അല്ലെങ്കിലും പോംപി എന്നും പറഞ്ഞൊരു നിക് നെയിം ഉണ്ട് നിങ്ങൾക്ക് ക്ലബ്ബിലെല്ലാവരും നിങ്ങളെ അങ്ങനെയാണ് വിളിക്കുന്നത്. ബിക്കോസ് ഓഫ് എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് പിന്നെ 3 പേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്യാരക്ടർ മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് ആനി പിയേഴ്സിൻ്റെ ദേഹത്ത് കയറി 3 പേരെ മര്യാദ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളിനകത്തും ഹ്യൂമറസ് സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണാലിറ്റീസ് പഴയ പോലെ ആക്കുമ്പോഴും എന്താണ് പിന്നെ ഭാര്യയും അതായത് ഭർത്താവും മക്കളും മര്യാദ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഭർത്താവ് പിന്നെ ഭാര്യയായിട്ടിരുന്ന് റമ്മി കളിക്കുന്നു. മക്കളുടെ അടുത്ത് സപ്പർ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഓടിപ്പോയി അവർ രണ്ടുപേരും സപ്പറൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അതായത് ഡയലോഗ്സും പിന്നെ ഈ ഹ്യൂമറസ് ഇവർ ഈ പേഴ്സണാലിറ്റി എക്സ്ചേഞ്ച് ചെയ്തത് അറിയാതെ വന്നു കയറിയ ഹസ്ബൻഡും മക്കളും. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഹ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഹ്യൂമർ എന്ന് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയാണ്, അവരുടെ ഒരു ഫ്രീഡത്തിനെയാണ് കാണിക്കുന്നത്, അല്ലേ, ഒരു സെൽഫ് എക്സ്പ്രഷൻ. പിന്നെ ഡു നോട്ട് ലവ് ഹാഫ് ലവേഴ്സിലെ തീം ഹോൾനെസ് ആൻഡ് ഇൻറ്റഗ്രിറ്റി എങ്ങനെ വരുന്നു? പാബ്ലോ നെരൂദയുടെ പോമാണ് ഡു നോട്ട് ലവ് ഹാഫ് ലവേഴ്സ്. അതിനകത്ത് ഖലീൽ ജിബ്രാൻ്റെ പോമാണ് ഡു നോട്ട് ലവ് ഹാഫ് ലവേഴ്സ് എന്ന് പറയുന്നത്. പാബ്ലോ നെരൂദയല്ല, ഖലീൽ ജിബ്രാൻ്റെയാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണ്, ഡു നോട്ട് ലവ് ഹാഫ് ലവേഴ്സ്. അതിനകത്തല്ല ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ട ലൈഫിൽ എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന തീം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു കാര്യം, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഓരോ ലൈനിനകത്ത് ഓരോ പോയിന്റാണ്. നിങ്ങളൊന്ന് ഓരോ ലൈനും വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആ സ്റ്റാൻസ് അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു പോമാണ്. അതായത് ലൈഫിൽ നമ്മളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്കൊരു ഇൻകംപ്ലീറ്റ് ഡെത്ത് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഖലീൽ ജിബ്രാൻ ഇത് എൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം വായിക്കാൻ. ഓരോ ലൈനിലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കുക. പിന്നെ ഗീതി മോപ്പസംഗിൻ്റെ ദ നെക്ലസ് എന്നുള്ള ആ ഒരു ഷോർട്ട് സ്റ്റോറിക്കകത്ത് മാത്തിൽഡിൻ്റെ ആക്ഷൻ എന്താണെന്ന്. മാത്തിൽഡ് വളരെ ഗ്രീഡിയാണ് അല്ലേ, വളരെ പിന്നെന്താ സൂപ്പർഫിഷ്യലായിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യണം എന്നാണ് അവർക്ക് ആഗ്രഹം. സ്റ്റേറ്റസിനും വെൽത്തിനും അപ്പിയറൻസിനും ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പർ ക്ലാസ്സിൽ ജീവിക്കാനാണ് ഇവർക്ക് താല്പര്യം എന്ന് പറയുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു എന്താ പറയുക, പിന്നെ പാർട്ടിക്ക് പോകാൻ വേണ്ടി ഹസ്ബൻഡിനെ പ്രഷറൈസ് ചെയ്ത് ഗൗണും നെക്ലസും എല്ലാം ഗൗണ് വാങ്ങിപ്പിക്കുന്നു. നെക്ലസിന് വേണ്ടി ഫ്രണ്ടിൻ്റെ അടുത്ത് പോകുന്നു. ഡയമണ്ട് നെക്ലസ് ആണെന്നും പറഞ്ഞിട്ട് ഇത് കളഞ്ഞു പോകുന്നു. ആ പാർട്ടി കഴിഞ്ഞതിന് ശേഷം ഡയമണ്ട് നെക്ലസ് കളഞ്ഞു പോയെന്ന് വിചാരിച്ച് ഇവർ ഭർത്താവും കൂടി 10 വർഷത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്തിട്ട് ആ ഡയമണ്ട് നെക്ലസിനുള്ള പൈസ അടച്ച് ആ ഡയമണ്ട് നെക്ലസ് തിരികെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ആദ്യമേ ഡയമണ്ട് നെക്ലസ് വേറൊരെണ്ണം പുതിയത് മേടിച്ചു, ഒരു 36,000 പൗണ്ടിനോ അങ്ങാണ്ട് മേടിച്ചു. അതിനുശേഷം 10 വർഷത്തോളം എടുത്ത് ആ 36,000 രൂപയുടെ പലിശയുടെ പലിശയെല്ലാം അടച്ചു തീർത്തു. അവരുടെ വീടൊക്കെ വിറ്റു. അവർ വേറെ വല്ലാത്തൊരു അവസ്ഥയിലോട്ടാവുകയാണ്. ലാസ്റ്റ് ആകുമ്പോഴാണ് അറിയുന്നത് അതൊരു ഫേക്ക് ആയിട്ടുള്ള ഡയമണ്ട് നെക്ലസ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇവർ മേടിച്ചു കൊടുത്തത് റിയൽ ആയിട്ടൊരു ഡയമണ്ട് നെക്ലസ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യുബിൾ നെക്ലസ് ബോറോ ചെയ്യാൻ കാണിച്ച ആ ഒരു ഡിസയർ തന്നെയാണ് അവരെ എന്ത് ചെയ്തത്, അവരെ ആ ഒരു പടുകുഴിയിലേക്ക് വീഴ്ത്തിയത്, അവരെ ആ പോവേർട്ടിയിലോട്ട് വീഴ്ത്തിയത്. ആ സൊസൈറ്റിയിൽ എക്സ്പെക്ടേഷൻസ് കൺഫേം ചെയ്യാൻ വേണ്ടി, അവരുടെ ആ ഒരു ലിമിറ്റേഷൻസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അവരിങ്ങനെയൊക്കെ ഒരുങ്ങിക്കെട്ടി നടന്നത്. പക്ഷേ അവസാനം അവരുടെ ആ ഒരു ഡിസയർ തന്നെയാണ് അവരുടെ ഡൗൺഫോളിനും കാരണമായത്. ഓക്കെ, പിന്നെ അതായത് സൊസൈറ്റൽ പ്രഷറിൻ്റെ ഒരു ഡിസ്ട്രക്റ്റീവ് പവറാണിത് കാണിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ബറാക്ക് ഒബാമയുടെ സ്പീച്ച് ഉണ്ടല്ലോ,
ബാക്ക് ടു സ്കൂൾ സ്പീച്ച് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ്, അദ്ദേഹത്തിൻ്റെ ആ സ്പീച്ചിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ കീ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ടോണിലാണ് അദ്ദേഹം സംസാരിച്ചത്. പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചും സ്റ്റുഡൻസിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ചും ആ ഒരു എഡ്യൂക്കേഷണൽ ജേർണി ഏറ്റെടുക്കാൻ എൻകറേജ് ചെയ്യുന്നു സ്റ്റുഡൻസിനെ, അല്ലേ. പിന്നെ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മെസ്സേജിങ് കൂടാണ് ഇദ്ദേഹത്തിൻ്റേത്. ബാക്ക്ഗ്രൗണ്ട് സർക്കംസ്റ്റൻസും ഏതും ആവട്ടെ, നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ വർക്ക് ചെയ്ത് വേണം ക്രിയേറ്റ് ചെയ്യാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. എല്ലാ ചലഞ്ചസിനെയും ഓവർകം ചെയ്യണം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ജേർണിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നു. പിന്നെ എംപവർമെൻറ്റ് സ്ട്രാറ്റജീസ് ആണ്, അതായത് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അദ്ദേഹം ഗോൾ സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് ആ ഐഡിയയിൽ എന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഗോളിന് വേണ്ടി, നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി. എത്രമാത്രം സോഷ്യോ എക്കണോമിക് ലിമിറ്റേഷൻസ് ഉണ്ടായാലും നമ്മുടെ ഗോളിൽ നിന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പിന്മാറരുത്. പിന്നെ ഇതൊരു ഇൻസ്പിറേഷണൽ നറേറ്റീവ് ടെക്നിക്കാണ്, അതായത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അത് കുറച്ചും കൂടി സ്റ്റുഡൻസിന് റിലേറ്റ് ചെയ്യാൻ സാധിച്ചു. അതായത് ഇയാളുടെ അമ്മയ്ക്ക്, അതായത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ പിന്നെ എന്താണ് സിംഗിൾ മദറാണ് ഇദ്ദേഹത്തിനെ വളർത്തിയെടുത്തത്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് അമേരിക്കൻ സ്കൂളിൽ പഠിപ്പിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇവർ എക്സ്ട്രാ ലെസൺസ് ഇവർ തന്നെ 4 മണിക്ക് എഴുന്നേറ്റ് എന്ന് ബൊറാക്ക് ഒബാമയെ പഠിപ്പിച്ചിരുന്നു, അല്ലേ. അതൊക്കെ പറയുന്നുണ്ട്. അപ്പം ചലഞ്ചസ് വന്നാലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കാര്യവും പറയുന്നുണ്ട്. വൈഫിൻ്റെ അച്ഛനും അമ്മയും പഠിച്ചിട്ടില്ല, കോളേജിൽ പോയിട്ടില്ല, പക്ഷേ എന്നാൽ അവർ ഹാർഡ് വർക്ക് ചെയ്ത് ഇവരെ കോളേജിൽ കയറ്റി പഠിപ്പിച്ചു. അപ്പോൾ വൈഫിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം പേഴ്സണൽ കാര്യങ്ങളാണ്. പിന്നെ അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഹോപ്പും പൊട്ടൻഷ്യലും ഉണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് ചേഞ്ച് ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ ലൈഫിനെ. പിന്നെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഷോർട്ട് സ്റ്റോറി ഉണ്ടല്ലോ, ആ പോസ്റ്റ് മാസ്റ്ററും റത്തനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എങ്ങനെ കാണിച്ചിരിക്കുന്നു, അതിനകത്ത് എഡ്യൂക്കേഷൻ എങ്ങനെ തീമായിട്ട് വരുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ വഴിയാണ് റത്തനും പോസ്റ്റ് മാസ്റ്ററും ശരിക്കും പറഞ്ഞാൽ അടുക്കുന്നത്, അല്ലേ. ആൽഫബറ്റ്സ് പഠിപ്പിക്കാൻ ഇരുത്തുമ്പോഴാണ് ഇവർ കൂടുതലും അടുക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഈ കുട്ടി എന്ത് ചെയ്യുന്നു, ആൽഫബറ്റ്സ് പഠിക്കാൻ വേണ്ടി ഇയാളുടെ അടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ എഡ്യൂക്കേറ്റഡ് ആൻഡ് എംപ്ലോയിഡ് ആണ്, റത്തൻ എന്ന് വെച്ചാൽ അൺഎഡ്യൂക്കേറ്റഡും ഡിപ്പെൻഡൻറ്റുമാണ് പോസ്റ്റ് മാസ്റ്ററിനെ. അപ്പം അതുപോലെ തന്നെ എന്താണ്, എഡ്യൂക്കേഷനാണ് ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. റീഡിങ് ആൻഡ് റൈറ്റ് ആൻഡ് പോസ്റ്റ് മാസ്റ്റർ റത്തനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ലേണിംഗ് ആണ് ഇവരുടെ ഇടയിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഇൻറ്റിമസിയും കൊണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, റത്തൻ്റെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനെ കാണിക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതും കാണിക്കുന്നതും എഡ്യൂക്കേഷൻ തന്നെയാണ്. അപ്പോൾ ലേണിംഗ് ആണ് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്ത് വേ ആയിട്ട് മാറുന്നത് ഇയാളുടെ ജീവിതത്തിലോട്ട്. പക്ഷെ അവസാനം എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഇയാൾ ആ സിറ്റി ലൈഫിൻ്റെ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കാണിച്ചിട്ട് അയാൾ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഈ കൊച്ചിനെ കളഞ്ഞിട്ടിട്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നെക്ലസിലെ മെയിൻ തീം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്ലസിലെ മെയിൻ തീം എന്ന് വെച്ചാൽ മെറ്റീരിയലിസം, അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ ആസ്പിറേഷൻ്റെ ഒക്കെ ഡിസ്ട്രക്റ്റീവ് പവർ. അതിപ്പോഴും നമ്മുടെ ടുഡേയ്സ് വേൾഡും ഹൈലി റിലവൻ്റ് ആണ്. അതായത് കടം മേടിച്ച് നമ്മൾ ഒരുങ്ങിക്കെട്ടി നടക്കുക എന്നുള്ള ആ ഒരു വല്ലാത്തൊരു ശീലത്തിന്. അപ്പോൾ കൺസ്യൂമറിസോ സോഷ്യൽ മീഡിയ ഒക്കെ നമുക്കിപ്പോൾ സൊസൈറ്റിയിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഇൻഡിവിജ്വൽസും കോൺസ്റ്റൻ്റ്ലി എന്ത് ചെയ്യണം, ബാക്കിയുള്ളവരുടെ ലൈഫിൽ അവർ അച്ചീവ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ലൈഫിൽ ലിമിറ്റേഷൻസിലെല്ലാം മറികടന്ന് നമ്മളും അതേ ലൈഫ് സ്റ്റൈലും ആ ഒരു ഇമേജ് വേണമെന്ന് പറഞ്ഞ് പേഴ്സണൽ കോസ്റ്റിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു കെയർഫുൾ ടെയിലുണ്ട്, വാർണിംഗ് സ്റ്റോറിയാണ് ഇതെന്ന് പറയുന്നത്. ട്രൂ ഹാപ്പിനെസ്സും ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ പൊസഷൻസിലൂടെ അല്ല നമുക്ക് കിട്ടുന്നത്, ആ ഒരു നമ്മുടെ ഇന്നർ പീസിലൂടെയാണ് അത് കിട്ടുന്നതെന്ന് പറയുന്നത്. എക്സസീവായിട്ട് നമ്മൾ സാധനങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മാത്തലിൻ്റെ അതേ ഗതി തന്നെ വരും എന്നാണ് ഇത് പറയുന്നത്. പിന്നെ മദേഴ്സ് ഡേയുടെ എൻഡിങ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വളരെ സാറ്റിസ്ഫൈങ്ങും തോട്ട് പ്രൊവോക്കിങ്ങും ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ്. മിസ്സസ് പിയേഴ്സൺ സക്സസ്ഫുള്ളി, മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് മിസ്സസ് പിയേഴ്സണിന് വേണ്ടി സക്സസ്ഫുള്ളി എല്ലാ ജോലിയും ചെയ്തു കൊടുക്കുകയാണ്. അവരുടെ ഹസ്ബൻഡിനെയും ഫാമിലിയും മക്കളെ എല്ലാം നല്ല രീതിയിൽ ആ ഫാമിലിയുടെ ഡൈനാമിക്സിനെ തന്നെ ഇവർ ട്രാൻസ്ഫോം ചെയ്തെടുക്കുകയാണ്. ഒരു ഹ്യൂമറസ് ട്വിസ്റ്റാണ് പറഞ്ഞേക്കുന്നത്. ആ പവർ ബാലൻസ് ഇവരുടെ കയ്യിലെത്തുവാണ്, തിരിച്ച് ആരുടെ കയ്യിലെത്തുവാണ്, മിസ്സസ് പിയേഴ്സന്റെ കയ്യിലെത്തുവാണ്. അപ്പോൾ എൻഡിങ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മിസ്റ്റർ പിയേഴ്സൺ വളരെ നാണം കെടുന്നുണ്ട്. ഇവരിങ്ങനെ പോംപി പേഴ്സൺ കളിയാക്കി പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് നിക് നെയിം ഒക്കെ ഉണ്ട്, ക്ലബിലുള്ള ആർക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറയുന്നു. ഡോറിസിൻ്റെ അടുത്ത് ബോയ് ഫ്രണ്ട് സ്റ്റുപ്പിഡ് ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ സിറിലിൻ്റെ അടുത്ത് തിരിച്ച് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും 7 ദിവസം വർക്ക് ചെയ്യുമ്പോൾ 5 ദിവസം വർക്ക് ചെയ്യുമ്പോൾ ഞാൻ 7 days അറൗണ്ട് ദ ക്ലോക്ക് ഞാൻ വർക്ക് ചെയ്യുകയാണ്, 2 days ഞാൻ വർക്ക് ചെയ്യത്തില്ല വീക്കെൻഡിൽ, നിങ്ങൾ തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരും സിറിലും എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഡിമാൻഡിങ് ആയിട്ടൊരു സണ്ണാണ് സിറിൽ. അങ്ങോട്ടങ്ങ് എല്ലാം ഡിമാൻഡ് ചെയ്യത്തേ ഉള്ളൂ, ഒന്നും ഇങ്ങോട്ട് ചെയ്തു കൊടുക്കത്തില്ല. അതെല്ലാം അവസാനം എന്തായി മാറി, എല്ലാം അത് അവസാനം ചേഞ്ചായി. ഓരോ ക്യാരക്ടറിനും ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് അവരെല്ലാം റമ്മി കളിക്കാനിരിക്കുന്നു. മക്കളുടെ അടുത്ത് സപ്പർ ഉണ്ടാക്കാൻ പറയുമ്പോൾ സാധാരണ അവർ പറ്റത്തില്ലെന്ന് പറയുന്ന ആളുകൾ ഓടിപ്പോയി സപ്പർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞതാണേ.